പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂരിലെ പ്രസിദ്ധമായ മരുതമലൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടിവാരത്തിലാണ് ഞാനിപ്പോൾ ബസ്സിറങ്ങി നിൽക്കുന്നത്. കോയമ്പത്തൂർ ട്രിപ്പിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇഷാ യോഗ സെന്ററിനെ കുറിച്ചുള്ള ആദ്യ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട് മരുതമല ക്ഷേത്രത്തിലേക്ക്. അരമണിക്കൂറോളം വരുന്ന യാത്രയ്ക്ക് 25 രൂപയാണ് ബസ് ചാർജ്. ഇപ്പോൾ സമയം 6:10. ക്ഷേത്രത്തിലേക്ക് വണ്ടിയിലും നടന്നും പോകുവാനുള്ള സൗകര്യമുണ്ട്. കാൽനടയായി പോകുന്നവർക്ക് രാവിലെ 7 മണിക്ക് ശേഷം മാത്രമാണ് യാത്ര തുടങ്ങാനാവൂ. ചുറ്റും കാട്ടുപ്രദേശമായതിനാൽ ആനകളുടെയും പുള്ളിപ്പുലികളുടെയും സാന്നിധ്യം ഇടയ്ക്കിടെ ഉണ്ടാവുന്നതിനാൽ രാവിലെ 7 മണിക്ക് ശേഷമേ ഗേറ്റ് തുറന്ന് സന്ദർശകരെ മല കയറാൻ അനുവദിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഗോപുരത്തിന്റെ നടുവിലായി മുരുകവാഹനമായ മയിലിനെ കാണാം. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ ഇടതുവശത്തായി ഗണപതി പ്രതിഷ്ഠയുള്ള ചെറിയൊരു അമ്പലമുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മലകയറ്റം തുടരുന്നത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ മല കയറാൻ അവധി ദിവസം തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വന്യമൃഗങ്ങൾ ഈ അടുത്ത കാലത്തായി ഇടയ്ക്കിടെ ഇവിടെ കാണുന്നതിനാൽ ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് ബോർഡ് അടിവാരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 628 പടിക്കെട്ടോളം കയറി വേണം മരുതമല ക്ഷേത്ര സന്നിധിയിലെത്താൻ. അതിരാവിലെ ആയതിനാൽ മലകയറ്റം എളുപ്പമാണ്. വെയിൽ കടുത്താൽ നടപ്പാതയിലൂടെയുള്ള കയറ്റം ദുഷ്കരമാകും. അതുകൊണ്ട് തന്നെ അധികം വെയിലാകുന്നതിന് മുമ്പായി മല കയറുന്നത് തന്നെയാണ് നല്ലത്. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട. കാരണം ഇടയ്ക്കിടെ ഇരുന്ന് വിശ്രമിക്കാൻ പാകത്തിന് കുറേയേറെ ഗോപുരങ്ങൾ യാത്രാവഴിയിലുണ്ട്. ഗോപുരങ്ങളുടെ അകവും പുറവുമെല്ലാം പല നിറങ്ങൾ കൊണ്ടും ചിത്രപ്പണികൾ കൊണ്ടും അതിഥികളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. സാധാരണ വേഗതയിൽ നടക്കുന്ന ഒരാളിന് അരമണിക്കൂർ കൊണ്ട് മുകളിലെത്താൻ സാധിക്കും. എന്നാൽ വിശ്രമിക്കാനിരുന്നാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് ചുരുക്കം. നടപ്പുവഴിക്ക് പാരലായി അടിവാരത്ത് നിന്ന് മുകളിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. സ്വന്തം വാഹനം ഉപയോഗിക്കുന്നവരും ബസ് സർവീസിനെ ആശ്രയിക്കുന്നവരും ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. അടിവാരത്ത് നിന്ന് 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ മല കയറുന്നതിന്റെ യഥാർത്ഥ സുഖം അനുഭവിച്ചറിയണമെങ്കിൽ പരമ്പരാഗതമായ ഈ പാതയിലൂടെ നടന്നു കയറുക തന്നെ വേണം. ഈ കാണുന്നതാണ് ഇടുമ്പൻ ക്ഷേത്രം. പളനിയിലെ പോലെ മുരുകനെ വണങ്ങുന്നതിന് മുമ്പ് ഇടുമ്പനെ വണങ്ങണമെന്നാണ് പറയപ്പെടുന്നത്. ഇഷ്ടകാര്യ സാധ്യതയ്ക്കായി ഭക്തർ ഇവിടെ അർച്ചനകൾ നടത്താറുണ്ട്. പിൻവശത്തെ മരത്തിൽ കെട്ടിയ തൊട്ടിലും മാലകളും അത്തരത്തിലുള്ള നേർച്ചകളുടെ ഭാഗമാണ്. വീണ്ടും മുന്നോട്ട് നടക്കവേ മുൻപ് മലമുകളിൽ താമസിച്ചിരുന്നവരുടെ വീടുകളും വലതുവശത്തായി അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളും കാണാം.
താഴെ നിന്ന് വരുന്ന ബസ്സുകൾ ഇവിടെയാണ് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്നവരെയും കൊണ്ട് തിരിച്ചിറങ്ങി പോകുന്നത്. ശർക്കര പൊങ്കലും പുളിയോദരയും മറ്റ് സ്നാക്സുകളും വിൽക്കുന്ന ഒരു കടയാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിലെ ഏതോ സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളാണ് ചുറുചുറുക്കോടെ പടിക്കെട്ടുകൾ കയറി പോകുന്നത്. അവരുടെ തിരക്ക് കഴിയുന്നതുവരെ കാത്തുനിന്നു. ഇവിടെയാണ് മരുതമലൈ മുരുകന്റെ ആദിമൂലസ്ഥാനം. ഇവിടെ ക്യൂ നിന്ന് ദർശനം നടത്തി വേണം പ്രധാന ക്ഷേത്രത്തിലേക്ക് കയറാൻ. 12ാം നൂറ്റാണ്ടിൽ, അതായത് സംഘകാലഘട്ടത്തിൽ തമിഴ് രാജാക്കന്മാർ നിർമ്മിച്ചതാണ് മരുതമല ക്ഷേത്രമെന്നാണ് പുറനാനൂറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മുരുകന്റെ 6 വാസസ്ഥലങ്ങളായി കരുതപ്പെടുന്ന 6 പടൈ വീടുകൾക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുരുകക്ഷേത്രം മുരുകന്റെ 7ാമത്തെ ഭവനമായി കണക്കാക്കുന്നു. മറ്റു പല മുരുകക്ഷേത്രങ്ങളെയും പോലെ 600 അടി ഉയരമുള്ള കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. തൈപ്പൂയം പോലെയുള്ള ഉത്സവങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിലെ മൂർത്തി മരുതമലയാണ്ടവൻ, മരുതാചലപതി, ദണ്ഡായുധപാണി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റും മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലാശയവും അതിൽ ഔഷധ ഗുണവും ഉണ്ടെന്നാണ് വിശ്വാസം. മരുതമരങ്ങൾ തിങ്ങി വളരുന്ന കുന്നായതുകൊണ്ടാണ് മരുതമല എന്ന പേരിന് കാരണമായി വിശ്വസിക്കുന്നത്. ഔഷധ സസ്യങ്ങളെ സമ്പന്നമായ മലനിരകളായതിനാൽ മരുതമലയിലെ പുണ്യക്ഷേത്രം ശാരീരികവും മാനസികവുമായ ഉന്മേഷം കൂടി പകർന്നു തരുമെന്ന് പറയപ്പെടുന്നു. അതേപോലെ മറ്റു മുരുകക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷേത്രം കിഴക്ക് ദർശനമായതിനാൽ സവിശേഷമാണ്. ഇതാണ് ക്ഷേത്രത്തിന് മുന്നിലെ പ്രധാന ഗോപുരം. ഇവിടെ നിന്നാൽ താഴെ പാർക്കിംഗ് ഏരിയയുടെ വിവിധ ആംഗിളിലുള്ള കാഴ്ചയും ചുറ്റുമുള്ള ക്ഷേത്ര സമുച്ചയങ്ങളും മരുതമലയുടെ വിസ്തൃതിയുമെല്ലാം വ്യക്തമായി കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇവിടം. പ്രധാന ഗോപുരത്തിന്റെ മുൻവശത്തു നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ നിന്നും ഇരുവശത്തേക്കുമായി ഇറങ്ങിപ്പോകുന്ന പടിക്കെട്ടുകൾക്ക് താഴെ ക്ഷേത്ര വഴിപാടായ പുളിയോദരയും വടയും മറ്റു പലഹാരങ്ങളും വിൽക്കുന്നത് കാണാം. 20 രൂപയാണ് പുളിയോദരയ്ക്ക്. പഞ്ചാമൃതവും ഉണ്ട്. അങ്ങനെ മരുതമലയോടും ക്ഷേത്രത്തിനോടും യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നു. മരുതമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.